ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും ഈശോയുടെ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസം കൂടിയാണ്. സ്വർഗത്തിൻ്റെ വലിയ കരുണ ഭൂമിയിലേക്ക് ചൊരിഞ്ഞ ഈ ദിവസം തൊട്ട് നമ്മൾ ആരംഭിക്കുന്ന ഈ കരുണയുടെ തിരുനാൾ ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിൽ കർത്താവിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ കുടുംബത്തിലേക്ക് ചൊരിയപ്പെടട്ടെ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ ദൈവത്തിൻ്റെ കരുണ അർഹിക്കേണ്ട അനേകം തലങ്ങളുണ്ട്. ആ കരുണ കിട്ടേണ്ട അനേകം തലങ്ങളെ ഈശോയുടെ അൾത്താരയോട്, കുരിശുമരണത്തോട് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ലൈവിൽ ഒരുമിച്ച് ചേർന്ന് ഈശോയുടെ കരുണയുടെ വലിയ ജപമാല, ആ കരുണയുടെ വേന ചൊല്ലി പ്രാർത്ഥിക്കണം. എൻ്റെ ഒന്നാം ദിവസമാണിന്ന്. നമുക്ക് ഒരു വചനഭാഗം പ്രത്യേകമായിട്ട് എടുത്തു വായിക്കാം. നമുക്കെല്ലാം നമ്മളിന്ന് വായിക്കേണ്ട ഒരു വചനഭാഗം തന്നെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. സുവിശേഷങ്ങളിലുടനീളം ഈശോയെക്കുറിച്ച് വരച്ചു വെച്ചിരിക്കുന്ന കുരിശുമരണവും പീഡാനുഭവവും ഉത്ഥാനവും എല്ലാം വരച്ചു വെച്ചിരിക്കുന്ന ഈ നാളുകളിൽ അതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന, എനിക്ക് ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയെക്കുറിച്ച്, ക്രൂശിക്കപ്പെട്ട ഈശോയെക്കുറിച്ച് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന, എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വചനഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. കർത്താവിൻ്റെ ദാസൻ, സഹനദാസനായ ഈശോ. 53-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്കു വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ ഞാൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിന്ദനവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നതിനാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കർത്തിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവൻ അവകാശം കൊടുക്കും. ശക്തരോടുകൂടി അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ കരുണയുടെ, വലിയ കൃപയുടെ ഈ സമയത്ത് ഈശോയുടെ കരുണ നമ്മളിലേക്ക് ചൊരിയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കരുണയുടെ നൊവേനയുടെ 1-ാം ദിവസം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ, ഈ ലൈവിൽ കടന്നു വരുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ 1-ാം ദിനം, കരുണയുടെ ദിനത്തിൻ്റെ 1-ാം ദിനം നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം എല്ലാ പാപികളുടെയും മാനസാന്തരത്തിനായും അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ നിറയുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ 1-ാം ദിനത്തിൻ്റെ പ്രാർത്ഥന അതാണ്. എല്ലാ മക്കളുടെയും മേൽ വലിയ മാനസാന്തരത്തിൻ്റെ ദൈവകരുണയുടെ, എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവകരുണ ഒഴുകാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഏറ്റവും കരുണയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ എല്ലാ പാപികളെയും നിത്യമായി അങ്ങേ അനന്ത കരുണയിൽ സ്വീകരിക്കണമേ. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ നോക്കരുതേ. അനന്ത നന്മയായ അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങിൽ നിന്ന് ഒരിക്കലും വിട്ടുനിൽക്കാൻ ഇടയാക്കല്ലേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കാരുണ്യത്തിൻ്റെ ശക്തിയെ എപ്പോഴും എന്നേക്കും പുകഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ,
ഈ 9 ദിവസം, കരുണയുടെ 9 ദിനങ്ങൾ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയാണ് കരുണയുടെ തിരുനാൾ ദിവസം. ലോകമെമ്പാടും കർത്താവിൻ്റെ വലിയ കരുണയുടെ, വലിയ അനുഗ്രഹത്തിൻ്റെ ഒക്കെ നിമിഷങ്ങളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കും, എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ അമ്മ പറയാറുണ്ട്, ദുഃഖ വെള്ളിയാഴ്ച ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങണം. നീ എന്ത് ചോദിച്ചാലും സ്വർഗം നിനക്ക് തരുന്ന 9 ദിനങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന്. നമുക്ക് ഈ ദിവസവും അല്ലാതെയും ഒക്കെ ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റും. എന്നാൽ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണിത്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കെല്ലാം ഈ കരുണയുടെ മേഖല, കർത്താവിൻ്റെ വലിയ കരുണ ചൊരിയപ്പെടാനാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒത്തിരി സ്നേഹത്തോടെ പങ്കുചേരാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ് എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ എപ്പോഴും നയിക്കുക. ആമേൻ. കരുണയുടെ നൊവേനയുടെ ഘടനകൾ ഇങ്ങനെയാണ്. 1-ാം ദിവസം നമ്മൾ ഒരു നിയോഗം നമ്മൾ പറയും. നമ്മൾ പ്രത്യേകമായിട്ടൊരു പ്രാരംഭ പ്രാർത്ഥന ചൊല്ലും. അതിനുശേഷം കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ദൈവകരുണയുടെ ലുത്തിനിയായോട് കൂടിയാണ് നമ്മുടെ ഈ പ്രാർത്ഥന അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റോളം നീളമുള്ള ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളിതിൽ പങ്കുചേരുമ്പോൾ സാധിക്കുന്നിടത്തോളം ഇതിൽ മുഴുവനോടുകൂടി പങ്കുചേരാനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ എൻ്റെ അമ്മയെ നിനക്ക് സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സാധിക്കുമെന്ന് ഷെയർ ചെയ്തേക്കുക. മറ്റുള്ളവർക്ക് സമയം ചേഞ്ച് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കുക. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണം. ഈശോയുടെ
അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വലിയ കരുണ നമ്മുടെ കുടുംബത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം ഈശോയുടെ കരുണ ഒഴുകപ്പെടുവാൻ ഈശോയെ ഈ കാലഘട്ടത്തിൽ കടന്നു വരുന്ന എല്ലാ മക്കളുടെയും മേൽ ഈശോയുടെ വലിയ കരുണ ഒഴുകപ്പെടട്ടെ. കർത്താവെ, പല വിധത്തിൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. കർത്താവെ, പഠിക്കാൻ പറ്റാത്ത പഠന ടെൻഷനുള്ള മക്കൾ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മുന്നോട്ടുള്ള ഭാവി നിർണയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, ഈശോയെ മനസ്സിൻ്റെ ടെൻഷനും ഭാരവും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, എല്ലാ മക്കളും രോഗപീഠകളുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യം കാഴ്ചവെക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്
സഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും വികാരത്തിനായി ഞങ്ങളുടെ വത്സരസുതനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലിക്കഴിഞ്ഞ് നമ്മളിനി വലിയ കരുണ്യത്തിന്റെ വലിയ ലുത്തിനിയ ചൊല്ലാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഈ സമയത്ത് കർത്താവിന്റെ വലിയ കാരുണ്യം ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ ലുത്തിനിയുടെ ഓരോ സെന്റൻസുകളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ തിരുക്കുരിശിൽ നിന്ന് ഒഴുകിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു. നമുക്ക് കർത്താവിനോട് പറയാം, ഈശോയെ മുഴു ഹൃദയത്തോടെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ മുഴുവൻ നമ്മുടെ എല്ലാ ഈ ദിവ്യകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, നമ്മൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗത്തെ നമുക്ക് ഈ സമയത്തൊന്ന് സമർപ്പിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, എനിക്ക് ഏറ്റവും അധികമായി ആവശ്യമുള്ള ഭൗതിക ആഗ്രഹമാകട്ടെ, ആത്മീയ ആഗ്രഹമാകട്ടെ, കുടുംബതലത്തിന്റെ ചില നിയോഗങ്ങളാകട്ടെ, ചിലപ്പോൾ സാമ്പത്തിക മേഖലയാകട്ടെ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാകട്ടെ, എന്ത് നിയോഗവും നമ്മൾ ഈ സമയത്ത് കർത്താവിന്റെ ആ തിരുമുറിവിലേക്ക്, തുറക്കപ്പെട്ട തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക്, കൈകാലുകളിലെ മുറിവുകളിലേക്ക്, ചിന്തപ്പെട്ട രക്തത്തുള്ളികളിലേക്കെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക് നിന്റെ വലിയ കരുണ ആവശ്യമായിരിക്കുന്ന പ്രത്യേകം നിയോഗത്തിലേക്ക് ഈശോയെ നീ ഒന്ന് ഇറങ്ങി വരണമേ. ഒത്തിരി ആഗ്രഹിക്കുക, ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ലുത്തിനിയൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണം, മിശിഹായെ അനുഗ്രഹിക്കണം, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഏകദൈവമായ പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. നമ്മൾ ഇനി ബാക്കി എല്ലാ പ്രാർത്ഥനകൾക്കും ചൊല്ലുന്നത് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നാണ്. നമ്മുടെ നിയോഗത്തെ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവ്വശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കാൽ നൽകിയ ജ്ഞാനസ്നാനത്തിനെയും കുംഭസാരത്തിനെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിനും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും
എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. പ്രസാദ വരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യപൂർവ്വം സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോക പാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ. കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാശിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ വലിയ കരുണയുടെ ഈ 9 ദിനങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈശോയുടെ കരുണയോട് കൂടെ ആയിരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ വലിയ കരുണ ഒഴുകി എത്താനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി മരിച്ച് കർത്താവിൻ്റെ ആ വലിയ സ്നേഹം അവൻ പ്രകടമാക്കിയതിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ഈശോയെ, ഈ ദുഃഖവെള്ളി ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളും നിമിഷങ്ങളുമായിട്ട് മാറണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായിട്ട്. ഇപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ, ചിക്കു, ടോബി, റിയ, വർഗീസ്, സിജോ, എബ്രഹാം, മഹിമ, ബിനോയ്, എല്ലാവരും ഓരോരുത്തരും ഈശോയെ എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിലെ ഈ കരുണയുടെ നൊവേന ദിവസങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ബിനോയി കൊല്ലംകുന്നിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാദർ ബിനോയിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഈശോയെ, മഹിമ, ജിബിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുണ ഇവിടെ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ നിറയപ്പെടട്ടെ. ഓരോ മക്കളുടെ നിയോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ, അവരെല്ലാം സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്തൊക്കെ കരയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വലിയ അടയാളങ്ങൾ, അത്ഭുത ഈശോയെ, ലാൻസി ജോബിയെ സമർപ്പിക്കുന്നു. സിമിയെ സമർപ്പിക്കുന്നു. ജോബിനെ, എൽസായെ സമർപ്പിക്കുന്നു. ഷിജു ജോർജിനെ, ഷേർലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ശോഭന ഭാസ്കറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മേരി ഡിസൂസായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആൽബർട്ട് പൗലോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഷീബ അസീസിയുടെ കുടുംബത്തെ ഈ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. ജോമോൻ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ മക്കളുടെയും കുടുംബങ്ങളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വപ്ന അനിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മഞ്ജു ബെന്നിയെ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർ, ഈശോയെ, തോമസിയേട്ടനെ പ്രത്യേകം സമർപ്പിക്കുന്നു. മനോജിനെ സമർപ്പിക്കുന്നു. മാസച്ചനെ സമർപ്പിക്കുന്നു. ഈശോയെ, മഞ്ജു ബെന്നിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ഏറ്റെടുക്കണമേ എന്ന് ഈശോ ഡി ചേച്ചിയെ സമർപ്പിക്കുന്നു. ഈശോയെ, ടോബി സ്റ്റാൻസിയെ സമർപ്പിക്കുന്നു. ചാർലി ജോർജിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ വലിയ കരുണ ഇന്ന് ഈ കൂട്ടായ്മയിൽ വരുന്ന എല്ലാ മക്കളിലേക്കും. ഡോണ അനൂപിനെ സമർപ്പിക്കുന്നു. ഈശോയെ, കർത്താവെ, രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയുടെ വലിയ കരുണ, ഈശോയുടെ വലിയ വേദനകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയെ, വിനീത വിശാലിനെ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കുക, തകർക്കപ്പെട്ട തിരുമുഖത്തേക്ക് നോക്കി. ഈശോയെ, പ്രിയെ സമർപ്പിക്കുന്നപ്പ, മിനി പൗലോസിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈ കരുണയുടെ ദിനങ്ങളിലേക്ക് ഈ മക്കളിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടണേ അപ്പ. ഈശോയെ, അങ്ങയുടെ വലിയ കരുണയിലേക്ക് എല്ലാ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. ഡയാന ചെറിയാനെ സമർപ്പിക്കാം. എല്ലാ മക്കളെയും നിനക്ക് സമർപ്പിക്കാം.
സമർപ്പിക്കുകയാണ് ഈശോയെ. ഞങ്ങളുടെ എല്ലാ മക്കളിലേക്ക്, കുടുംബത്തിലേക്ക് കരുണ ഒഴുകട്ടെ ഈശോയെ, കരുണ ഒഴുകട്ടെ കർത്താവേ. നീ നോക്കുക, നിനക്കായി തകർന്നിടും ഈശോയെ, ഈശോയെ, നിന്റെ മക്കളെ നീ നോക്കുക, ഈശോയെ, റാണി വിജോയെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ സിറിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിക്കിയെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ ഷായിച്ചേട്ടന്മാരെ രണ്ടുപേരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ എല്ലാ മക്കളുടെയും മേൽ ദൈവത്തിന്റെ കരുണയൊഴുകട്ടെ. ഈശോയെ ജോലിയില്ലാത്ത മക്കൾ, സമാധാനമില്ലാത്ത മക്കൾ, പരീക്ഷയിൽ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, മനസ്സ് നിറച്ച് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കും. അശ്വതി ബിനുവിനെ സമർപ്പിക്കും, ടൈറ്റസ് ഫ്രാൻസിസിനെ സമർപ്പിക്കും. ഈശോയെ, ഈശോയെ അനുഗ്രഹിക്കണം. ഈശോയെ നിന്റെ വലിയ മുറിവിന്റെ വേദനയായി നിങ്ങളെല്ലാം അനുഗ്രഹിക്കണേ ഈശോയെ. പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ഈശോയെ, പോൾ മിനുവിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയുടെ വലിയ സ്നേഹത്തെ ഓർത്തെ ഈശോ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസുയരുവാനല്ലയോ ഷാരോൺ ഷാജിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോസഫിനെ സമർപ്പിക്കുന്നപ്പ നീ നോക്കുക, തകർന്നിടും യേശുവേ സ്നേഹിക്കുന്ന കർത്താവേ, മകളെ ഈശോ നീ നോക്കുക, തകർന്നിടും. എല്ലാം ഏറ്റെടുക്കണം ഈശോയെ, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണം ഈശോയെ. മക്കളിലേക്ക് ഈശോയുടെ കരുണ ഒഴുകട്ടെ. നമ്മുടെ കുടുംബത്തെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കും. ആ തിരുക്കുരിശി രൂപത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കാം. ഈശോയെ ഒന്ന് നാഥ വലിയ കരുണ കാണിക്കണം ഈശോയെ, ഞങ്ങളോട് നമ്മുടെ കുടുംബത്തോട് കരുണ കാണിക്കണം ഈശോയെ. ജിജോ ജോസഫിനെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ വഴികൾ അടഞ്ഞുപോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ കരുണയുടെ ദിനങ്ങളിൽ വലിയ വഴികൾ തുറക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോയെ കരുണയാകണം ഈശോയെ. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ ഈശോയെ ജോമോൻ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്നെ ഉയർത്തു
മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു ഈശോയെ ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു മകളേ നീ നോക്കുക നിനക്കായി തകർന്നിടുന്നു ഈശോയെ, ഈശോയെ, ഈശോയെ. എല്ലാ മക്കളെ ഏറ്റെടുക്കണം ഈശോയെ. ഈശോയെ, ഓരോ മക്കളുടെ വേദനകൾ കണ്ണുനീരുകൾ ഇരുളടഞ്ഞ രാത്രികളുണ്ട് കർത്താവേ. ഞങ്ങൾക്കായി കുരിശിൽ മരിക്കുന്ന എൻ്റെ ഈശോയെ, ഈ ദിവസം പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ് ഈശോയെ. അവരെല്ലാം നിന്റെ വലിയ കരുണയിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു ഈശോയെ. അനുഗ്രഹിക്കണം ഈശോയെ. ഈശോയെ, എല്ലാ മക്കളെയും രോഗക്കിടക്കയിലായിരിക്കുന്നത് അത്ഭുതകരമായ മാനസാന്തരം ഉണ്ടാവട്ടെ അപ്പ. ഞാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാലത്രേ ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു ഈശോയെ, പെരുവെള്ളം ഇരച്ചിൽ പോലാകുന്നു ഈശോയെ, ഈശോയെ. പത്മോസിൽ യോഹന്നാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാലത്രേ ഈശോയെ, സമ്മതോമസിനെ ആ സമർപ്പിക്കുന്നു. ശബ്ദം ഞാനിതാ കേൾക്കുന്നു പെരുവെള്ളം ഇരച്ചിൽ പോലാകുന്നു ആദ്യനും അന്യനും ജീവനുമായവനേ ആദ്യനും അന്യനും ജീവനുമായവനേ ആദ്യനും അന്യനും ജീവനുമായവനേ ഈശോ, ആദ്യനും അന്യനും ജീവനുമായവനേ ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ. എല്ലാ മക്കളെ ഏറ്റെടുക്കണം ഈശോ. വലിയ കാരുണ്യം എല്ലാ മക്കളോടും കാണിക്കണം കർത്താവേ. എല്ലാ മക്കളുടെയും ജീവിതങ്ങൾ ഈശോയുടെ കരുണയൊഴുകട്ടെ. എല്ലാ മക്കളുടെയും ജീവിതങ്ങൾ ഈശോയുടെ കരുതലൊഴുകട്ടെ. ഈശോയെ നന്ദി പറയുന്നു ഈശോയെ. ആരാധിക്കുന്നു ഈശോയെ. കർത്താവെ നന്ദി പറയുന്നു ഈശോയെ. കുടുംബത്തിൻ്റെ എല്ലാ വേദനകൾ കണ്ണുനീരുകൾ രോഗപീഠകളിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. ഈശോയുടെ മുറിവേറ്റ ഓരോ ശരീരത്തിൻ്റെ പാടുകളിലേക്കും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വേദനകൾ. നമ്മൾക്ക് ആരോടും പറയാൻ പറ്റാത്ത മനസ്സിൻ്റെ ചില വേദനകളും ചില കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഒക്കെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, ഈ വേദനയോട് ഞാൻ രാത്രി ഈ പകൽ എല്ലാം ഞാൻ കൂട്ടിരിക്കുകയാണ്. അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ മുഴുവൻ ഉത്ഥാനത്തിൻ്റെയും എല്ലാ സന്തോഷങ്ങളും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മക്കളെ ഒരിക്കൽ കൂടി നിന്റെ കരുണയുടെ തിരുനാളിൻ്റെ വലിയ ആഘോഷത്തിലേക്ക് ക്ഷണിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുക്കുരിശിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ കുടുംബ വേദനകളെയും
വ്യക്തിപരമായ വേദനകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലൈവ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കരുണയുടെ തിരുനാൾ ദിനത്തിൻ്റെ നൊവേനയുടെ 1-ാം ദിവസമായിരുന്നു. അങ്ങനെ 9 ദിവസങ്ങളും നമ്മൾ ഈ ലൈവിലൂടെ വന്ന് ഒരുമിച്ച് 9 ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, നൊവേന ചൊല്ലി. നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയാണ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത്. എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടും. വിശ്വസിക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈശോ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.